പ്രിയമുള്ളവരെ, ചടയമംഗലം പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല, അതായത് പള്ളിക്കൽ പഞ്ചായത്തും ചടയമംഗലം പഞ്ചായത്തും വെളുന്നല്ലൂർ പഞ്ചായത്തും സംഗമിക്കുന്ന ഒരു മേഖലയാണ് വട്ടത്തിൽ തങ്ങൾ ടൂറിസം മേഖല. ടൂറിസം മേഖല എന്ന് ഞാൻ പറയുമ്പോൾ ഔദ്യോഗികമായി ഒരു ടൂറിസം മേഖല ആയില്ലെങ്കിലും എല്ലാവിധ ടൂറിസം സാധ്യതകളും ഉള്ള ഒരു മേഖലയാണ്. ചടയമംഗലം പഞ്ചായത്തിൻ്റെ കല്ലടത്തണ്ണി ആറ്റോരം ചേർന്നുകൊണ്ട് ഏതാണ്ട് മൂന്നാറിൻ്റെ സൗന്ദര്യം വരത്തക്ക തരത്തിലുള്ള നീരൊഴുക്കും മറ്റുമെല്ലാം ഉള്ളൊരു മേഖല. പണ്ടെന്നോ ഒരു മഹാനായ മനുഷ്യൻ, വട്ടത്തിൽ തങ്ങൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയാണ് വട്ടത്തിൽ വെള്ളച്ചാട്ടം. അറിയപ്പെടുന്നത് തന്നെ വട്ടത്തിൽ തങ്ങൾ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ തങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉള്ള ഒരു മേഖലയാണ്. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നിരവധിയായ ആളുകൾ ആ പ്രദേശത്ത് വന്ന് പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായ ജഡായു ടൂറിസം മേഖലയിൽ എത്തുന്ന പല സഞ്ചാരികളും പലപ്പോഴും ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി അവിടെ എത്താറുണ്ട്. വലിയ ടൂറിസം സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാൽ നാട്ടിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇതിനോടകം തന്നെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 55 ലക്ഷം രൂപ അവിടത്തേക്ക് ഒരു പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് മാറ്റിവെക്കപ്പെട്ടു. ഇവിടെ കുട്ടവഞ്ചി സവാരിയും ടേക്ക് എ ബ്രേക്ക് സംവിധാനവും ഒക്കെ തുടങ്ങാൻ വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ഒരു ഫണ്ട് മാറ്റിവെക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് നമ്മുടെ MLA യും എല്ലാം ഇടപെട്ടുകൊണ്ട് ടൂറിസം സാധ്യത മനസ്സിലാക്കി അവിടെ കുറച്ചുകൂടി വിശാലമായി ഒന്ന് ഇടപെട്ടാൽ, ടൂറിസം വകുപ്പ് കൂടി ബന്ധപ്പെട്ടാൽ വലിയ മാറ്റം ചടയമംഗലം പഞ്ചായത്തിലും തൊട്ടടുത്ത വെളുന്നല്ലൂർ പഞ്ചായത്തിനും പള്ളിക്കൽ പഞ്ചായത്തിനും നേടാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും അധികം സാധ്യതയുള്ളതും ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നതും പള്ളിക്കൽ ചടയമംഗലം റോഡിൽ കല്ലടത്തണ്ണയിൽ തിരിഞ്ഞാണ് വട്ടത്തിൽ ആറ്റിലെത്തേണ്ടതും വട്ടത്തിൽ തങ്ങളുടെ ബലികുടീരത്തിലെത്തേണ്ടതും. അതുകൊണ്ട് തന്നെ അത് വലിയ സാധ്യത ചടയമംഗലം പഞ്ചായത്തിനാണ് നിലനിൽക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തുവാൻ ചടയമംഗലത്തിൻ്റെ ബഹുമാന്യനായ MLA തയ്യാറാകണമെന്നും ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് നമ്മുടെ ജഡായുവുമായി കൂടി ബന്ധപ്പെടുത്തിയാൽ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു വലിയ സ്ഥാനം നേടുവാൻ അതുവഴി നമുക്ക് കഴിയും.